പലപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും റമളാനാകുമ്പോൾ വരാറുള്ള ഒരു സംശയവുമായി ബന്ധപ്പെട്ടാണ് ശ്രോതാവിൻ്റെ സംശയം. ഞാൻ വിത്തർ രാത്രിയിലാണ് നമസ്കരിക്കാറുള്ളത്. ഉറങ്ങി എഴുന്നേറ്റ് രാത്രിയുടെ അവസാനത്തിലാണ് നമസ്കരിക്കൽ ഉത്തമം എന്ന് കേട്ടതിന് ശേഷം അങ്ങനെയാണ് നമസ്കരിക്കാറ്. അപ്പോൾ തഹജ്ജുദ് 2 റക്അത്ത് നമസ്കാരവും വിത്തറിനെ വേറെ 3 റക്അത്ത് നമസ്കാരമായി നിസ്കരിക്കണോ? അതോ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് 1 റക്അത്ത് വിത്തറായി നമസ്കരിക്കണോ? ഒറ്റയാക്കുന്നത് വിത്തറാക്കി കരുതേണ്ടതുണ്ടോ? രാത്രി 2 റക്അത്ത് വിത്തർ നമസ്കരിച്ചാൽ ഉറങ്ങി എഴുന്നേറ്റ ശേഷം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് 1 റക്അത്ത് വിത്തറാക്കിയാൽ പറ്റുമോ? 5 റക്അത്താണ് നമസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് തഹജ്ജുദും 1 റക്അത്ത് വിത്തറാക്കി നമസ്കരിക്കാൻ പറ്റുമോ? രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുമോ എന്നെല്ലാമാണ് ശ്രോതാവിൻ്റെ സംശയം. ബിസ്മില്ലാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തഹജ്ജുദ്, വിത്ർ, തറാവീഹ്, ഖിയാമു റമളാൻ, ഖിയാമുൽ ലൈൽ തുടങ്ങിയ നമസ്കാരങ്ങളെല്ലാം ഒറ്റ നമസ്കാരത്തിന്റെ വ്യത്യസ്ത പേരുകളാണ്. നമസ്കാരത്തിന്റെ രൂപത്തിന്റെയും നമസ്കാരത്തിന്റെ സമയത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന് നൽകുന്ന പേരുകളാണ് ഇതൊക്കെ. നമസ്കാരത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട 2 പേരാണ്, ഒന്ന് തറാവീഹും ഒന്ന് വിത്റും. അഥവാ അവസാനത്തിൽ ഒറ്റയാക്കുന്നു എന്ന നിലക്ക് വിത്ർ എന്ന പേരും, ഇടക്കിടക്ക് ഒരു ആശ്വാസവും ഒരു ഒരല്പസമയം നമ്മളൊരു അല്പം ആശ്വാസം എടുത്തിട്ട് നമസ്കരിക്കുന്നു, 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആശ്വാസം എടുത്ത് പിന്നീട് നിസ്കരിക്കുന്നു എന്ന നിലക്ക് തറാവീഹ് എന്നും അതിന് പേര് വന്നു. ഈ നിസ്കാരം തന്നെ റമദാനിൽ നമസ്കരിക്കുമ്പോൾ അതിന് ഖിയാം റമദാൻ എന്നും തറാവീഹ് എന്നും പേര് കിട്ടുന്നു. ഇതേ നമസ്കാരം തന്നെ രാത്രിയാണല്ലോ നിശ്ചയിച്ചിട്ടുള്ളത്. രാത്രിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നു. അപ്പോൾ ഒരു നമസ്കാരത്തിന്റെ വ്യത്യസ്ത പേരുകളാണ്. എന്തുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ പറയുന്നത്? പണ്ഡിതന്മാരൊക്കെ ഖിയാമുൽ ലൈലിയെ പറ്റിയും തറാവീഹിനെ സംബന്ധിച്ചും ഖിയാമു റമദാനിനെ പറ്റിയും തഹജ്ജുദിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന, വിത്റിനെ പറ്റി പറയുന്ന ഹദീസുകൾ ഒരേ ഹദീസ് തന്നെയാണ് വ്യത്യസ്ത അധ്യായങ്ങളിൽ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഒരു നമസ്കാരം തന്നെയാണ്. അതിന്റെ പേര് അതിന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ സമയത്തിന്റെ അടിസ്ഥാനത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സഹോദരന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ തഹജ്ജുദും വിത്റും 2ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സത്യത്തിൽ ഈ തഹജ്ജുദ്, വിത്ർ എന്ന് പറയുന്നത്, തഹജ്ജുദ് എന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിലും വിത്ർ എന്നത് നിസ്കാരത്തിന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള ഒരേ നിസ്കാരത്തിന്റെ 2 പേരുകളാണ്. ഒരേ നിസ്കാരത്തിന്റെ 2 പേരുകളാണ്. അഥവാ അവസാനത്തിൽ ഒറ്റയാക്കുന്നത് കൊണ്ട് വിത്റും, അതേ നമസ്കാരം തന്നെ രാത്രി ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൊണ്ട് തഹജ്ജുദ് എന്നും പേര് വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ തഹജ്ജുദ് ആയിട്ട് നമസ്കരിക്കുന്നത് ഓരോരുത്തർക്കും അതിന്റെ ഒരു രൂപമുണ്ടാകും. ഇപ്പൊ ചിലര് സ്ഥിരമായി 3 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, ചിലര് സ്ഥിരമായിട്ട് 5 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, ചിലത് 7, ചിലത് 9, 11 ഇങ്ങനെയൊക്കെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ എത്രയാണോ സഹോദരൻ സ്ഥിരമായിട്ട് നമസ്കരിക്കാറുള്ളത് അതെല്ലാം തഹജ്ജുദുമാണ്, അതെല്ലാം വിത്റുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. അപ്പൊ ഒറ്റ നമസ്കാരമാണ്, 2 നിയ്യത്തുകൾ വേണ്ടതില്ല. ഒറ്റ നമസ്കാരമായിട്ട് തന്നെ നമസ്കരിച്ചാൽ മതി, ഒരേ നിയ്യത്തോടു കൂടി തന്നെ നമസ്കരിച്ചാൽ മതി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് സഹോദരൻ നമസ്കരിക്കാറുള്ളത് 2ഉം 1ഉമാണ് എങ്കിൽ അതേപോലെ തന്നെ 2ഉം 1ഉം, അല്ലെങ്കിൽ 5 റക്അത്ത് അഥവാ 4ഉം 1ഉമായിട്ടാണ് എങ്കിൽ അങ്ങനെ ഈ രൂപത്തിൽ തന്നെ രാത്രി ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രൂപത്തിൽ തന്നെ നമസ്കരിച്ചാൽ മതി. ഇത് 2 നിസ്കാരമാണ് എന്ന് ഒരു ധാരണ ഒഴിവാക്കിയാൽ മതി എന്നത് മാത്രമാണ് സഹോദരനോട് പറയാനുള്ളത്. അല്ലാഹു അഅലം.